ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ചിലർ വളർന്ന് വന്നിട്ട് അവസാനം അവർ സ്റ്റാഫ് തന്നെ ആരാന്ന് അറിയത്തുമില്ല, ആരോടും മിണ്ടത്തുമില്ല. ഈ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റേജ് കഴിയുമ്പം ആൻട്രപ്രണറുടെ വിഷനും ഈ സ്ഥാപനത്തിലുള്ളവരുടെ വിഷനും രണ്ടായിരിക്കും. സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്നവർ വെറും ജോലിക്കാരായിട്ടും ആൻട്രപ്രണർ വേറെ ഒരു വിഷനുമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ആ അലൈൻമെൻറ്റിലുണ്ടാകുന്ന ആ മിസ്മാച്ച് എന്ന് പറയുന്നത് ഇവഞ്ച്വലി നിങ്ങളുടെ ഗ്രോത്തിനെ വളരെയേറെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു മാസം 10-50ഓളം വർക്ക് കയറണമെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനാണ് കൂടുതൽ ആവശ്യം. മാർക്കറ്റിംഗ് സ്റ്റാഫുകൾക്ക് കൂടുതലായിട്ട് ഇത് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് കാര്യങ്ങൾ അവർക്കൊക്കെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് അവർക്ക് തന്നെയാണ് കൂടുതൽ. നമ്മൾ കമ്പനി വളരുമ്പോൾ നാം മാത്രമല്ല വളരണം, നമ്മളൊപ്പം ഉള്ള സ്റ്റാഫുകൾ വളരണം. ചെറിയ ചെറിയ സെറ്റ് ബാക്കുകൾ ഉണ്ടാവും, ഏത് ബിസിനസ്സിലും ഏത് സമയത്തും ഉണ്ടാവും. ആൻട്രപ്രണർ ശരിക്കും മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക. ഞാനൊരു സാധനത്തിന് ഇറങ്ങി ഇതിൻ്റെ അർത്ഥം കണ്ടിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ള വേറെ ഒന്നുമില്ല. വേറെ അത്ര ഒരു ഡിസിഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഡിസിഷനിൽ തന്നെ ചെയ്യാവുള്ളൂ, വേറെ ഒരു കാരണമില്ല. നിങ്ങൾക്കൊരു മെൻറ്ററെ വെക്കാം, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഏജൻസി അഡ്വൈസറായിട്ട് വേണേൽ അപ്പോയിൻറ്റ് ചെയ്യാം. നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ അഡ്വൈസറാക്കുക. രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഒന്ന് സ്റ്റാഫും മാനേജ്മെൻറ്റും ആയിട്ടുള്ളത്, രണ്ട് ക്ലയൻസും സ്റ്റാഫും ആയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ഇവരെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുക? എന്ത് പ്രോസസ്സാണ് സാർ ഉപയോഗിക്കുന്നത്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ടൊരു പ്രോഗ്രസ് ഇല്ല, അതിനകത്ത് യാതൊരു സംശയമില്ല കേട്ടോ. അത് എത്രമാത്രം നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇടുന്നു, നമുക്ക് എന്ത് കാര്യത്തിനാണുള്ള ഒരു എഫേർട്ട് ഇട്ടാൽ മാത്രമല്ല നമുക്കൊരു റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. ആ എഫേർട്ട് എത്രമാത്രം നമ്മൾ ഇടുന്നോ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം അതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം തന്നെ പറയുകയാണെങ്കിൽ, നമ്മളൊരു ഓർഗനൈസേഷനകത്ത് പലതരത്തിലുള്ള ഹൈറാർക്കീസൊക്കെ പലപ്പോഴും ബിൽഡപ്പ് ചെയ്ത് വരും. അപ്പോൾ കുറച്ച് അതായത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ചിലർ വളർന്ന് വന്നിട്ട് അവസാനം അവർ സ്റ്റാഫ് തന്നെ ആരാന്ന് അറിയത്തുമില്ല, ആരോടും മിണ്ടത്തുമില്ല. ഇമ്പോസിബിളായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടമാന വളർച്ചയൊക്കെ വരുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ ആൻട്രപ്രണറായിട്ടിരിക്കുന്ന ആളുടെ ഫോക്കസ് എന്ന് പറയുന്നത് വേറെ ചില കാര്യങ്ങളിലായിരിക്കാം. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു പോയാലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റേജ് കഴിയുമ്പം ആൻട്രപ്രണറുടെ വിഷനും ഈ സ്ഥാപനത്തിലുള്ളവരുടെ വിഷനും രണ്ടായിരിക്കും. സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്നവർ വെറും ജോലിക്കാരായിട്ടും ആൻട്രപ്രണർ വേറെ ഒരു വിഷനുമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ ആ അലൈൻമെൻറ്റിലുണ്ടാകുന്ന ആ മിസ്മാച്ച് എന്ന് പറയുന്നത് ഇവഞ്ച്വലി നിങ്ങളുടെ ഗ്രോത്തിനെ വളരെയേറെ ബാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ പറയുന്നത് എത്രമാത്രം നിങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേജിലും ആൻട്രപ്രണറായിരിക്കുന്ന ആൾ മസ്റ്റായിട്ട് സ്റ്റാഫുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിന് നമുക്ക് വീക്ക്ലി മീറ്റിങ്ങോ മന്ത്ലി മീറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ പേരിട്ട് നമ്മളൊരു സെഷൻ ഉണ്ടാക്കി മീറ്റ് ചെയ്ത് നമ്മളുടെ വിഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അവരോട് പറയുകയും ചെയ്യണം. അവരുടെ സജഷൻസൊക്കെ കേൾക്കുകയും ചെയ്യണം. എല്ലാം ഒന്നും നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയാനൊക്കത്തില്ല. കാര്യം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഡിസിഷൻസൊക്കെ നിങ്ങൾ തന്നെയാണല്ലോ എടുക്കുന്നത്. പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, ഓരോ ചെറിയ ഡിസിഷൻസിൻ്റെയും പുറകിലുള്ള തോട്ട് പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. ഇനി കസ്റ്റമേഴ്സുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അതൊരു ട്രിക്കി ഇഷ്യൂ ആകട്ടോ. കാരണം കസ്റ്റമറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ എല്ലാവരും പറയും ഭയങ്കര ഓപ്പൺനെസ്സും കാര്യങ്ങൾ സത്യസന്ധമായിട്ടൊക്കെ പറയുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ബിസിനസ് കിട്ടുന്നത്. ഒരിക്കലും ഇല്ല. നിങ്ങൾ നോക്കിക്കോ, മാർക്കറ്റിംഗ് ആംഗിളിൽ ഒരു ചെറിയ ഹൈപ്പോട് കൂടി നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ബിസിനസ് കിട്ടത്തുള്ളൂ. വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ അവർ പറയും ഓക്കെ ഇതിനകത്ത് തന്നെ ഇരിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിന് ഒരു 50% എൻഹാൻസ് ചെയ്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു ഹൈപ്പോട് കൂടി പറഞ്ഞു അത് കൊള്ളാം കേട്ടോ എന്നുള്ള രീതിയിലാണ് ആളുകൾ വന്നത്. അപ്പം കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അത് എനിക്ക് തോന്നുന്നത് കുറച്ച് ഡിഫറൻ്റായിട്ട് ചെയ്യണം. സ്റ്റാഫിൻ്റെ കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും വളരെ ട്രാൻസ്പെറൻറ്റ് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ഇതാണ് എൻ്റെ വ്യൂ. താങ്ക് യു സർ. അടുത്ത് നമ്മൾ ഫസൽ ഗഫൂറിനോടാണ്. ശരിക്കും ഇപ്പോൾ നമ്മൾ സാധാരണ ബാങ്കുകളാണ്, അവർക്ക് അതിനുള്ള പ്രോസസ്സുണ്ട് അല്ലേ, റിക്കവർ ചെയ്യാനായിട്ട് ഒരു ടീമുണ്ടാവും. അപ്പോൾ ഇത്രയും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് നമ്മൾ വേണമെങ്കിൽ പെട്ടെന്ന് പറ്റിക്കാം. പക്ഷേ ഇത്രയും വീടുകൾ പണിത് കൊടുത്തു വളരെ സക്സസ്ഫുള്ളായിട്ട് എങ്ങനെയാണ് ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്? കാരണം ഇത്രയും വിശ്വാസം വേണമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ബെറ്റർ. കാരണം ഇത്രയും കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, നമുക്ക് ഏകദേശം സെയിലല്ല വരുന്നത്, സർവീസാണ് വരുന്നത്. ഏകദേശം ഒരു 1 ഇയറോളം വരുന്ന ഓരോ കസ്റ്റമറിനും വരുന്ന സർവീസാണ്. അത് എത്രയും ബെറ്ററായി ചെയ്യുക എന്നുള്ളതാണ്. കാരണം എല്ലാ കസ്റ്റമേഴ്സിനും എനിക്കോ അല്ലെങ്കിൽ എൻ്റെ മാനേജറിനോ ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ സ്റ്റാഫിന് അത് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഓരോ കസ്റ്റമർ ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും വിളിക്കുന്നത്, അവർക്ക് ഫ്രീ ആണ്, വിദേശത്തുള്ളവരായിരിക്കാം. അപ്പോൾ അതിന് ബെറ്റർ ആയിട്ട്
കമ്മ്യൂണിക്കേഷൻ രീതിയിൽ അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, അവർക്ക് എല്ലാവർക്കും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിനെ ബെറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഇവരെ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് തിരിച്ചടപ്പിക്കണമല്ലോ. അപ്പം അവർക്ക് അതിനുള്ളൊരു ഒരു ഒരു പ്രചോദനം ഉണ്ടാവണം ശരിക്കും പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇപ്പം ബാങ്ക് ലോൺ തന്നെ തിരിച്ചടയ്ക്കാത്ത ഒത്തിരി അല്ലേ ലോൺ എടുക്കുന്നത്. അപ്പം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് അവർ ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനിപ്പോൾ നമ്മൾ പരിചയപ്പെട്ട് 2 വർഷത്തോളമായി. അപ്പോൾ ആ ഒരു ഇത് എങ്ങനെയാണ് ആ റാപ്പ് ബിൽഡ് ചെയ്യണമെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പറഞ്ഞല്ലോ, സർവീസ് ബെറ്റർ ആയാൽ മാത്രമേ നമുക്കൊരു ഫിനാൻസ് കമ്പനി അല്ല, നമുക്ക് മറ്റു കമ്പനികൾ പോലെ EMI അടച്ചിട്ടില്ലെങ്കിൽ മറ്റു രീതികളൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്രയും നല്ല രീതിയിൽ സർവീസ് കൊടുത്താൽ മാത്രമാണ് അവർ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് നമ്മളെ പേയ്മെൻറ്റ് കാര്യങ്ങൾ അവരുടെ അടുത്താണ്. ബാക്കി നമുക്ക് തിരിച്ച് കിട്ടേണ്ടത് ഒരു 2 മാസമാണെങ്കിൽ പോലും അത് തിരിച്ച് കിട്ടേണ്ടത് നമ്മൾ റിസ്ക്കാണ് വരുന്നത്. അപ്പം ബെറ്ററായിട്ട് സർവീസ് കൊടുക്കുക, അതിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാര്യങ്ങൾ വരാതെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഓൺട്രപ്രണറിൻ്റെ ഡ്രീം വേറെയാണ്, സ്റ്റാഫിൻ്റെ ഡ്രീം വേറെയാണെന്ന്. ഇപ്പം എങ്ങനെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന സ്റ്റാഫുകൾ, എല്ലാ സ്റ്റാഫുകളും ഒരേ ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ല, എന്നാൽ പോലും അവരുടെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ ഒരു വിഷൻ അവരെ വിഷനാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇല്ല, അത് താങ്കളുടെ സെഷനിൽ പറഞ്ഞൊരു കാര്യമാണ്. അവർക്കൊരു ഓണർഷിപ്പ് ഫീലിംഗ് ഉണ്ടാകണം. ഓണർഷിപ്പ് ഫീലിംഗ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ സ്റ്റോക്ക് ഓപ്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓണർഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യും. പക്ഷെ ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻ എതിരൊന്നുമല്ല. സ്റ്റോക്ക് ഓപ്ഷൻസ് ഒത്തിരി, അതായത് പല സ്ഥാപനങ്ങളിലും വന്നിട്ട് ലൈഫ് ലോങ്, ഇപ്പം HDFCയുടെ ആദിത്യപുരി എന്ന് പറഞ്ഞ ആളുടെ സ്റ്റോറിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. HDFC ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്ക് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇന്ത്യയിലെ നമ്പർ 1 ആക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ലാസ്റ്റ് പുള്ളി റിട്ടയർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് 800 കോടി രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഒരു ബിസിനസ്സുകാരനെ പോലെ ആയിപ്പോയി ലാസ്റ്റ് അവസാനമായി സ്റ്റോക്ക് ഓപ്ഷൻ കിട്ടിയിട്ട്. അങ്ങനെ ഒരു ഓണർഷിപ്പ് വരുമ്പം ഉണ്ടാകുമെന്ന് പറയും. പക്ഷേ അത് ഒരു ആസ്പെക്റ്റാണ് മണി റിലേറ്റഡ് ആയിട്ട്. മണി റിലേറ്റഡ് അല്ലാതെ ഇപ്പം സ്റ്റാഫ് വന്ന് ചില കാര്യങ്ങൾ ചെയ്തു, നമ്മുടെ ഒരു വിഷൻ പറഞ്ഞു, അവർ അത് എക്സിക്യൂട്ട് ചെയ്തപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തെ ലെവലിൽ എക്സിക്യൂട്ട് ചെയ്തു. പലരും അത് അക്നോളജ് ചെയ്യത്തില്ല. അതായത് അവർ പറയൂ, ഈ സക്സസ് എൻ്റെ വിഷനാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് സാധിച്ചത്. അപ്പോൾ അവർക്കൊരു അതിന് അക്നോളജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ പബ്ലിക്കായിട്ട് ഇവർ ചെയ്തു, നല്ല കാര്യമാണെന്ന് പറയാം, അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. അത് ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. രണ്ടാമത് നമുക്ക് അവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യാം. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എത്രമാത്രം വേർഡ്സ് വെച്ച് പറഞ്ഞാലും അതിന് പവർഫുൾ ആയിട്ടുള്ളത് ഒരു ഇൻസെൻറ്റീവ് മോഡൽ തന്നെയാണ്. ഇൻസെൻറ്റിവൈസ് ചെയ്യുന്ന മോഡൽ ഉണ്ടാക്കുമ്പം നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലിൽ കൂടെ വേണം അത് ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായും ഈ കിട്ടുന്ന ആൾക്ക് ഫീൽ ചെയ്യണം, അതായത് ഞാനിത് ചെയ്തപ്പോൾ എനിക്ക് എന്നെ അതിൻ്റെ ഇൻസെൻറ്റീവ് കിട്ടി. തീർച്ചയായും നമ്മളെ പിള്ളേരൊക്കെ ചെറിയ പണി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് 10 രൂപ കൊടുക്കും. അപ്പോൾ എന്തിനാണെന്ന് കൊടുക്കുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവർക്ക് ഓക്കെ എന്തെങ്കിലും ചെയ്തപ്പം കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ആൻട്രപ്രണർക്ക് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ. എല്ലാ ബിസിനസ് തുടങ്ങുന്നവരും അത് വളർത്തി വലുതാക്കണം. ചെറുതായിട്ട് തുടങ്ങുന്നവർ ഇന്നിപ്പോൾ നമ്പർ 1 ആകണം, യൂസർസാനേക്കാളും വലുതാകണം, അതിലും വലുതാകണമെന്നൊക്കെയാണല്ലോ പലരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് കൂടുതൽ ആളുകൾ നമ്മളുമായിട്ട് കൂട്ടത്തിൽ നിൽക്കുന്ന ടീമിലുള്ള എംപ്ലോയീസ് ആയിട്ടുള്ളവരോ ഓട്ടോറിറ്റീസ്, അവർ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു പാർട്ട് ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മെഗാ ജമ്പ് കിട്ടും. തീർച്ചയായിട്ടും ഒരു ക്രിട്ടിക്കൽ മൊമെൻ്റോ എന്ന് പറയുന്ന ഒരു കാര്യം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനത്തെ ഒരു ടീം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ നമ്മൾ വിചാരിക്കാത്ത ഉയരങ്ങളിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഒരു ആഗ്രഹമാണെങ്കിൽ ആഗ്രഹം നമ്മുടെ ടേൺ ഓവർ കൂട്ടാനോ പ്രോഫിറ്റ് കൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം വളരാനോ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനോ എന്താണേലും നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഈ ഇത്രയും 600 എത്ര വീടുകൾ വളർത്തുന്നു? 600 സംതിങ്. അപ്പോൾ ഏത് രീതിയിലുള്ള പ്രോസസ്സുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പറയുമോ? മാർക്കറ്റിങ്ങോ? മാർക്കറ്റിംഗ് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെ ഇൻസെൻറ്റീവ് വൈസ് തന്നെയാണ് മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ കൂടുതലായിട്ട് ഇത് ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് ഒരു മാസം 10-50ഓളം വർക്ക് കയറണമെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനാണ് കൂടുതൽ ആവശ്യം. കാരണം അവരെ സംബന്ധിച്ച് സാലറി പുറത്ത് കൂടാതെ ഇൻസെൻറ്റീവ് കാര്യങ്ങൾ, അവരെ ഒരു മന്ത്ലി അവരെ ടാർഗറ്റ് കാര്യങ്ങൾ, അവർക്ക് ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇൻസെൻറ്റീവ് കിട്ടണം. കാരണം അതുകൊണ്ട് അവരുടെ ഒരു ആവശ്യം കൂടിയാണിത്. ഞാൻ കൂടുതലായിട്ടും ഈ ഒരു മാർക്കറ്റിംഗിൽ മാർക്കറ്റ് സ്റ്റാഫുകൾക്ക് കൂടുതലായിട്ട് ഇത് കൊടുക്കുന്ന ഇൻസെൻറ്റീവ് കാര്യങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. മാർക്കറ്റ് സ്റ്റാഫാണെങ്കിൽ അവരെ അവർക്കൊക്കെ ഒരു ടാർഗറ്റ് വെച്ചിട്ട് അവർക്ക് തന്നെയാണ് കൂടുതൽ. നമ്മൾ മാത്രമല്ല, നമ്മൾ കമ്പനി വളരുമ്പോൾ നാം മാത്രമല്ല വളരണം, നമ്മളൊപ്പം ഉള്ള സ്റ്റാഫുകൾ വളരണം. അതാണ് എൻ്റെ ഒരു ചിന്താഗതി. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സ്റ്റാഫുകൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെൻറ്റീവ് കാര്യം കൊടുത്തുകൊണ്ടാണ് ഇത്രയും വർക്ക്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും പറയുന്നത് ഈ ഇൻസെൻറ്റീവ്സ് ലെവലിൽ അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ, ഒരു ജോലിയിലുപരി ഒരു മോട്ടിവേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് പറയുക. ശരിക്കും നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതെന്തൊക്കെയാണ് ശരിക്കും സാധാരണ സാറിന്? ഇപ്പം പല കാറ്റഗറി ആളുകളായിരിക്കും വരുന്നത്, എല്ലാവരും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അല്ലേ?
അല്ല, തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ എല്ലാ ആളുകളും എല്ലാ സ്റ്റാഫും നമ്മൾ പറയുന്ന ആ വിഷനുമായിട്ട് അലൈൻ ചെയ്ത് നമ്മുടെ എക്സ്പെക്റ്റേഷനേക്കാളും മുകളിൽ വർക്ക് ചെയ്യുമെന്ന് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മണ്ടത്തരമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ ശരിക്കും അതിനൊരു ക്വാണ്ടിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു 30% ആളുകൾ ആ ലെവലിലേക്ക് വന്നാൽ തന്നെ അതൊരു വലിയ വിജയം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ പലരും നമ്മുടെ കൂട്ടത്തിൽ ജോലിക്ക് വരുന്ന ഒരാളുടെ പല ലക്ഷ്യങ്ങൾ വെച്ചിട്ടായിരിക്കും. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാസം ഒരു വരുമാനം വേണം, അതിനായിട്ട് മാത്രമായിട്ടാണ് വരുന്നത്, വേറെ ഒന്നും അവരുടെ മനസ്സിലില്ല, അവർക്കില്ല. വേറെ ചില ആളുകളെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ, വീട്ടുകാരുടെ അല്ലെ നാട്ടുകാരുടെ ഒക്കെ നിർബന്ധം, എന്നാൽ ഞാനൊരു ജോലി ചെയ്തേക്കാമെന്നുള്ള ഒരു ആംഗിളിലാണ് വരുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു കരിയർ ബിൽഡപ്പ് ചെയ്യണം, എനിക്ക് അവിടെ നിന്നും ഉയർന്നു വരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യത്തുള്ളൂ. അവർ മാത്രമേ കോർ ടീമിലേക്ക് വരുള്ളൂ. ലേണിംഗ് ആണ് ഇതിന്റെ കീ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. ലേണിംഗ് കിട്ടിക്കഴിയുമ്പോൾ ഒരു നോളജ് കിട്ടിക്കഴിയുമ്പോൾ കോൺഫിഡൻസ് വരും. തീർച്ചയായിട്ടും. ഈ നോളജും കോൺഫിഡൻസും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പെർഫോം ചെയ്യാനൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്റ്റേജുകൾ കൂടെ പോകുന്ന ആ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി 30% എന്ന് പറയുന്നത് തന്നെ കൂടിയ നമ്പറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 100 പേരുണ്ടെങ്കിൽ അതിനകത്തൊരു 10-20 പേരായിരിക്കും ഇതിനകത്ത് ഇവഞ്ച്വലി വളരെ സക്സസ്ഫുൾ ആയിട്ട് റൈറ്റ് ആറ്റിറ്റ്യൂഡോടുകൂടി നിൽക്കുന്ന ആളുകൾ. അവർ കരിയറിൽ തീർച്ചയായിട്ടും വളർന്നു പോകും. പിന്നെ ഓർഗനൈസേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറയാം. ഇവർ വളർന്നു കഴിയുമ്പം ഇവർ കുറച്ച് ബെറ്റർ ആയി കഴിയുമ്പോൾ ഇവരെ റെക്കഗ്നൈസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇവർ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും. ഒരാൾ ഒരു വലിയൊരു സ്ഥലത്ത് പോയി തപ്പി ഒരു നല്ലൊരു രത്നം കണ്ടെടുത്ത് ലാസ്റ്റ് നമ്മളത് കെയർ ചെയ്യാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി കളയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരും. അതായത് ഒരാൾ ഇവോൾവ് ചെയ്യാനായിട്ടൊരു ടൈം വരുമല്ലോ, ടൈം എടുക്കും. ചിലപ്പോൾ അത് 1 ഇയർ ആയിരിക്കും, 2 ഇയർ ആയിരിക്കും, 3 ഇയർ ആയിരിക്കും. അയാളെല്ലാം പഠിച്ചു, നല്ല മിടുക്കനായി, നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ഒരു സുപ്രഭാതത്തിൽ അയാൾ പറയാം, ഐ ആം പുട്ടിങ് മൈ പേപ്പേഴ്സ് എന്നോ, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ബിഗസ്റ്റ് ലോസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, പക്ഷേ അതിനുള്ള അവസരം ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അവരെ ചെയ്യിച്ച് അതെങ്ങനെ ചെയ്യാവുന്നുള്ള ഒരു ട്രിക്കായിട്ട് പറയുന്നതല്ല. നമ്മൾ പറയത്തില്ല, നമ്മൾ കമ്മിറ്റഡ് ആക്കുകയാണ്, ലോക്ക് ആക്കുന്ന പരിപാടിയാണ് അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഈ എംപ്ലോയിക്ക് അയാളുടെ ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ഓണർഷിപ്പൊക്കെ ഫീൽ ചെയ്ത് അയാളെ ഇതിലേക്ക് ലോക്ക് ആക്കണം. നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ല ആളുകളെ അയാൾ ലോക്കായി കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേറെ ആരെങ്കിലും ചെറിയൊരു ഓഫർ, ഇപ്പോൾ സേ ഒരു 5000 രൂപ മന്ത്ലി കൂട്ടി തരാമെന്ന് പറഞ്ഞാൽ ചാടി പോകുന്നൊരു സിറ്റുവേഷൻ ആയുള്ളൂ. യു ഷുഡ് ഫീൽ കംഫർട്ടബിൾ. അതാണ് ലോക്കാക്കാനുള്ള ഏറ്റവും വലിയ പരിപാടി. ഇപ്പോൾ ഇത്രയും നാളായിട്ട് ബിസിനസ് ചെയ്യുന്നു, ഇവിടെ വരുന്ന എനിക്ക് തോന്നുന്നു ഒരു 80% ഓണ്ടർപ്രണേഴ്സ് ആണ് ശരിക്കും. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമൊക്കെ എങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ മുന്നിട്ട് പോകണം എന്നൊരു അഡ്വൈസ് എന്താ കൊടുക്കാനുള്ളത്? സ്റ്റാർട്ടിങ് എടുക്കുന്ന എഫേർട്ട് ഭാവിയിലും അതുപോലെ എന്നും ആ ഒരു എഫേർട്ട് അതുപോലെ തന്നെ നമ്മൾ എടുത്തു പോകണം. നമ്മൾ സ്റ്റാർട്ടിങ് എടുത്ത് പിന്നെ അത് തളരരുത്. അതാണ് ഏതൊരു ബിസിനസ്സുകാരുടെ സ്റ്റാർട്ടിങ്ങിൽ അവരോട് പറയുന്നത്. സ്റ്റാർട്ടിങ് അത്യാവശ്യം നമ്മൾ നല്ല എഫേർട്ട് എടുക്കും, പിന്നെ നമ്മൾ സ്റ്റാഫുകളെ മാത്രം കണ്ട് അവരെ വിശ്വസിച്ച് നമ്മൾ പോകും. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിൻ്റെ കൂടെ എഫേർട്ട് എടുക്കണം, അടുത്ത ലെവലിലോട്ട് ചിന്തിക്കാം. ഒരു 80% ബിസിനസ് 2 വർഷത്തിനുള്ളിൽ പൂട്ടി പോവാണ് ശരിക്കും. അപ്പോൾ ഒരു ബിസിനസ്, ഒരു ഓണ്ടർപ്രണർ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരാളായാലും ഒരു എന്താ പറയുക, അത് അവർ ഏത് ആറ്റിറ്റ്യൂഡായിരിക്കണം? ഇപ്പോൾ ബിസിനസ്സിൽ താഴ്ചയും വരാം, ഉയർച്ചയും വരാം, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ ഏത് തരത്തിലൊരു ആറ്റിറ്റ്യൂഡായിരിക്കണം അവർ ക്രിയേറ്റ് ചെയ്യേണ്ടത് അവർക്ക് സക്സസ്ഫുൾ ആവാനായിട്ട്? അല്ല, അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരാൾക്കും 100% ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ ബിസിനസ് വിജയിക്കുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റും. കാരണം വെച്ചാൽ അത് ഫ്യൂച്ചറിൽ നടക്കുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വിജയിക്കുമല്ലോ എന്നുള്ളത്. ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കത്തില്ല, ടെക്നോളജി മാറിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഗവൺമെൻറ് റൂൾസൊക്കെ മാറിപ്പോയപ്പോഴൊക്കെ ബിസിനസ്സുകൾ പരാജയപ്പെട്ട് പോയിട്ടുണ്ട് പലപ്പോഴും. അത് ചിലപ്പോൾ നമ്മുടെ കുഴപ്പം കൊണ്ടായിരിക്കും, നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കഴിവുകേട് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം പറഞ്ഞ പോലെ ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ വേറെ ആരിലൊക്കെ ഏൽപ്പിച്ചിട്ട് അതിൽ ഒരു രീതിയിലും ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ പോയതുകൊണ്ടൊക്കെ ആയിരിക്കാം. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഒരു സാധനം തുടക്കുമ്പോൾ നമ്മൾ വിജയിക്കുമെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സെറ്റ് ബാക്കുകൾ ഉണ്ടാവും. ഏത് ബിസിനസ്സിലും ഏത് സമയത്തും ഉണ്ടാവും. ആ സെറ്റ് ബാക്കുകളൊക്കെ ഒരു ആൻട്രപ്രണർ ശരിക്കും മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുക. ഞാനൊരു സാധനത്തിന് ഇറങ്ങി ഇതിൻ്റെ അർത്ഥം കണ്ടിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്നുള്ള വേറെ ഒന്നുമില്ല. വേറെ അത്ര ഒരു ഡിസിഷനാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം ഇത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ ബിസിനസ്സിൽ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടം പോലെ അഡ്വൈസേഴ്സിനെ കിട്ടും. ഫ്രീ അഡ്വൈസാണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയെ പോകുന്നവരെല്ലാം നമ്മുടെ ബിസിനസ്സിൽ അഡ്വൈസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും ഈ അഡ്വൈസ് ഒന്നും നിങ്ങൾ കേൾക്കരുത്. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഡിസിഷനിൽ തന്നെ ചെയ്യാവുള്ളൂ, വേറെ ഒരു കാരണമില്ല. നിങ്ങൾക്കൊരു മെൻറ്ററെ വെക്കാം, നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഏജൻസി അഡ്വൈസറായിട്ട് വേണേൽ അപ്പോയിൻറ്റ് ചെയ്യാം.
നാട്ടുകാരെ മുഴുവൻ നിങ്ങൾ അഡ്വൈസർ ആക്കുക ഒരു കാരണവശാലും. അത് നിങ്ങളുടെ അൾട്ടിമേറ്റ് പരാജയമായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അഡ്വൈസ് പറയുന്ന ആൾക്ക് ഈ ഫീൽഡിൽ യാതൊരു എക്സ്പീരിയൻസോ നിങ്ങളുടെ 10-1 കഴിവോ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അയാൾ തന്നെ ഇത് ചെയ്ത് വലിയ ആളാകത്തില്ലേ? അയാളെ കൊണ്ടത് ചെയ്യാൻ പറ്റാത്ത ഒരാൾ എന്ത് അഡ്വൈസ് നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പ്രൊഫഷണൽ അഡ്വൈസർ ഏജൻസിയെ വെക്കാമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു മെൻറ്ററെ വെക്കാമെന്ന് പറയുന്നതിനോ വേറൊരു കാര്യമുണ്ട്. കാര്യം നമ്മൾ കാണാത്ത പല ആംഗിളിലും അവർക്ക് ഇതിനെ കാണാൻ പറ്റും. നമ്മളൊരു ബിസിനസ് ഇൻവോൾവ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ ഇമോഷൻസ് ഒക്കെ കാണും. അത് നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഡിസിഷൻസ് ഒക്കെ ചിലപ്പം കറക്റ്റ് ആയിരിക്കണം, ഇമോഷണലി ഡ്രിവണാന്ന് പറയും. അതൊക്കെ ഒഴിവാക്കാനായിട്ടൊരു മെൻറ്ററെ വെക്കുന്നോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഏജൻസിയെ വെക്കുന്നോ അല്ല. പക്ഷെ നാട്ടുകാരായിട്ടുള്ളതോ സെമി പ്രൊഫഷണൽ ആയിട്ടുള്ളവരോ ഒരു അഡ്വൈസും ബന്ധുക്കളുടെ ഒന്നും നിങ്ങൾ പിടിക്കല്, അതൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. താങ്ക് യു. ഞാനൊരു എൻ്റർപ്രനറാണ്. ഇപ്പോൾ സാറിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ വന്നൊരു ഒരു ഐഡിയ. നമ്മളെങ്ങനെ സാറ് പറഞ്ഞല്ലോ, നമ്മളെ എംപ്ലോയീസിനെ എങ്ങനെ ഓണർഷിപ്പ് ആ ഒരു മെൻറ്റാലിറ്റി വരിക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മളൊരു പ്രൊജക്ഷൻ ഉണ്ടാവും, ഇത്ര ബിസിനസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊജക്ഷനിൽ നമ്മൾ ഇത്ര പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് അതിൻ്റെ ആസ് എ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൂടുതലായിട്ട് നമുക്ക് ഇൻകം തരുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ ഇത്ര പെർസെൻറ്റേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുള്ള ഒരു ഇത് കൊടുത്താൽ അവർക്ക് ആ ഒരു ഓണർഷിപ്പ് ഫീൽ കിട്ടുമോ? അപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു മന്ത്ലിയാണ്. പക്ഷേ ഇതൊരു ഇയർലി നമ്മളൊരു ടാർഗറ്റ് ഇത്ര ഒരു 10 crore എത്ര ആവട്ടെ, ഓക്കെ, ഇത് ഇയർലി നമ്മളൊരു ബഡ്ജറ്റിംഗ് മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് പോലുള്ള ആ സമയത്ത് നമ്മൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ ആ വർഷം പ്ലാൻ ചെയ്യുന്ന സെയിൽസ് അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് ഇത്ര നെറ്റ് പ്രോഫിറ്റിന് ഇത്ര പെർസെൻറ്റേജ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഒന്നും കൂടിയും ഈ ഇൻസെൻറ്റീവിനെക്കാട്ടിയും ഉഷാറായിട്ട് അവർ ഫുള്ളി അതിനെക്കുറിച്ച് ചിന്തിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ പേരെന്താണ്? ഫിർദൗസ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം താങ്കളോട് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ എവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റിക്കി ഇഷ്യൂ എന്ന് ഞാൻ പറയാം. പലരുടെയും ബിസിനസ്സിൻ്റെ ഒരു സീക്രട്സും അവരുടെ ഓർഗനൈസേഷൻ ഉള്ളവർക്ക് പോലും അറിയത്തില്ല. അതാണ് വേറൊരു ഏറ്റവും വലിയ കുഴപ്പം. മനസ്സിലായോ? നിങ്ങൾ പറയും ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഇത്രയാണ്, പ്രോഫിറ്റ് എത്രയാണ് ഉണ്ടാക്കുന്നതെന്നോ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾ വല്ല ഡേറ്റയും സീക്രട്ടായിട്ട് കമ്പനിക്കുള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് റണ്ണിങ് എ ട്രാൻസ്പെറൻറ്റ് ഓർഗനൈസേഷൻ. നമ്പർ 1, ഇതൊരു പ്രീ കണ്ടീഷനാണ് ഒരു നല്ല സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് സിസ്റ്റം വർക്കാകണമെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു കമ്മിറ്റ് ചെയ്തു ഞാൻ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി ചെയ്താൽ ഇത്ര ചെയ്യും. നിങ്ങളൊരു ഹാഫ് വേർട്ടഡായിട്ട് അയാളെ, അതായത് നമ്മൾ സെയിൽസിന് എടുക്കുന്ന പോലത്തെ ഒരു ഹൈപ്പാണ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഒരു വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷമോ മന്തോ ഹാഫ് ഇയറോ എങ്ങനെ വേണമെങ്കിലും അതിനെ ഡിസൈൻ ചെയ്യാം. നിങ്ങളുടെ ബഡ്ജറ്റ് പോലെ നിങ്ങളുടെ പ്ലാൻ പോലെയോ ഡിസൈൻ ചെയ്യാം. നിങ്ങളത് കറക്റ്റായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയും നിങ്ങൾ കറക്റ്റായിട്ട് അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുക, എങ്ങനെയാണ് ഇൻസെൻറ്റീവ് സ്കീം വർക്കാകുന്നത്, അവസാനം ഇത് വർക്കായാൽ പോലും കൊടുക്കാതിരിക്കുകയും ചെയ്താലുണ്ടല്ലോ, ഈ ഇൻസെൻറ്റീവ് അനൗൺസ് ചെയ്തതിലും ഇരട്ടി ഡാമേജിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ലാസ്റ്റ് വരും. അപ്പോൾ ഈ ഇൻസെൻറ്റീവ് സ്കീംസ് വർക്കാകണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് ട്രാൻസ്പെറൻ്റായിട്ട് അനൗൺസ് ചെയ്യണം. നമ്മുടെ ഫിഗേഴ്സിലൊക്കെ ഒരു ഡിസ്പ്യൂട്ടും ഉണ്ടാകില്ല, അവർക്കും ബോധ്യമാകുന്ന ഫിഗേഴ്സ് തന്നെ ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഇൻറ്റേർണൽ സിസ്റ്റം ആയിരിക്കണം നമുക്ക് ഉണ്ടാകുന്നത്. പല ബിസിനസ്സുകാരും പല കാര്യങ്ങളും ഒളിച്ചു വെക്കാറുണ്ട്. ഞാനിപ്പം അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അത് പല പ്രൊപ്പറേറ്ററി ഡ്രിവൺ ബിസിനസ്സിലുമൊക്കെ സ്റ്റാഫിന് തന്നെ അറിയത്തില്ല ഇതിനകത്ത് എന്ത് ലാഭം ഉണ്ടാകുന്നുണ്ട്, എന്ത് നഷ്ടം ഉണ്ടാകുന്നു. അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ ഇൻസെൻറ്റീവ് സ്കീം വർക്കാകത്തില്ല. അപ്പം ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഒരു പുതിയ ജനറേഷൻ്റെ ഒരു കാലമല്ലേ ഇത്. ഇപ്പം നമ്മുടെ രമേശ് പറഞ്ഞു 48 ആയിരുന്നു, ഞാൻ അതിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ റിട്ടയർമെൻ്റ് ആകാറായിരുന്നു. നിങ്ങൾ ഇനിയിപ്പം 44 സാറേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ മാറി വരുന്ന ഒത്തിരി കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഇപ്പോഴത്തെ അവസരങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ലാർജായിട്ട് ഓർഗനൈസേഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. നമ്മൾ വളരെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു വളരെ നാരോ ആയിട്ട് തിങ്ക് ചെയ്ത് 2-3 പേരെ വെച്ചിട്ടൊക്കെയുള്ള ബിസിനസ്സുകളായിട്ടൊന്നും നമ്മൾ തിങ്ക് ചെയ്യില്ല. നമ്മൾ കുറച്ചുകൂടെ സ്കെയിലിൽ നമ്മൾ ആലോചിക്കണം, തിങ്ക് ചെയ്യണം. അപ്പോൾ സ്കെയിലിലേക്ക് തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പെറൻസി ഉണ്ടാകണം. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, നമുക്ക് എന്താണ് കിട്ടുന്നത്, നമുക്ക് എവിടെയാണ് എന്നുള്ളത് ഒരു ഫീലൊക്കെ സ്റ്റാഫിന് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ബെറ്റർ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് സ്കീം ഉണ്ടാകുകയും മാനേജ്മെൻറ്റ് കാശല്ല ഇതൊക്കെ പറഞ്ഞു 10 കോടിക്ക് 10 കോടി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പം
ഇനി ഞാൻ പറഞ്ഞ 5%, അപ്പോൾ എത്ര അല്ല 10%, 1 കോടി ഇവർക്ക് 1 കോടി കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാനത് വർക്കൗട്ട് ചെയ്ത് എങ്ങനെയും ഒരു 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുമ്പം then it becomes a cheating kind of a situation ആയിപ്പോൾ. അതാണ് എനിക്ക് പറയാനുള്ളൊരു സംഗതി. അല്ല, ഇവരെ സംബന്ധിച്ചുള്ള ഈ മന്ത്ലി ഉള്ളത് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവർക്ക് അച്ചീവ് ചെയ്യാനും പറ്റും എന്നാണ്. മന്ത്ലി ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ചിന്താഗതി, ഞാൻ താങ്കളോട് പറയുക, 5 വർഷം കഴിയുമ്പം താങ്കൾക്ക് ഞാനിത് തന്നേക്കാം കേട്ടോ, നിങ്ങൾ 5 വർഷത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ നിന്ന് വർക്ക് ചെയ്ത് 5 വർഷം കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് തന്നേക്കാം. നിങ്ങൾക്കൊരു ട്രസ്റ്റിൻ്റെ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാകും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. 5 വർഷമൊക്കെ ഒത്തിരി അപ്പുറം എന്നാണല്ലോ അത് കഴിഞ്ഞുള്ളിൽ ഇപ്പം ഈ കാലത്ത് ഒട്ടും വിശ്വസിക്കും. അപ്പം നമുക്കതിന് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി തന്നെ നിങ്ങൾ ചെറിയ ടാർഗറ്റുകൾ കൊടുക്കുക, അത് അച്ചീവ് ചെയ്യുകയാണ്, ഓക്കെ, വി ആർ ഹാപ്പി, വി വിൽ ഗിവ് യു ദ ഇൻസെൻറ്റീവ്. ഇനി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ക്വാർട്ടർലി എല്ലാം കൊടുക്കുക, 3 മാസം പീരീഡ് കൂടും തോറും ആളുകൾക്ക് ഇത് കൺവിൻസ്ഡ് ആകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. കൺവിൻസ്ഡ് ആകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല. ഇൻസെൻറ്റീവ് കൊടുക്കാമെന്ന് പറയുകയും റിസൾട്ട് ഉണ്ടാകുകയും ചെയ്തില്ലെങ്കിൽ എന്താ കാര്യം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. Basically, I'm not technologically 42 years and technology not good. So I'm planning to outsource to technology expert. അങ്ങനെ കുറേ എക്സ്പെർട്ടിന് കൊടുത്ത് my core field ശ്രദ്ധിക്കാൻ നോക്കാണ്. So it's a good idea, or should I learn something from that and means overlook ചെയ്യണോ ഇല്ലെങ്കിൽ? that's my question. അദ്ദേഹം പറഞ്ഞല്ലോ, ടെക്നോളജി അങ്ങ് ഭയങ്കര ഫാസ്റ്റായിട്ട് 150 കിലോമീറ്റർ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇട്ടാലും ഇത് മുഴുവൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ഒക്കത്തില്ല. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പിക്ചർ. അത്രമാത്രം ഫാസ്റ്റായിട്ടാണ് ടെക്നോളജി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ടെക്നോളജി വലിയൊരു എനേബിളറാണ്. നമുക്ക് ടെക്നോളജി ഇല്ലാതെ പോകാനും ഒക്കത്തില്ല. കാര്യം കസ്റ്റമേഴ്സ് ആർ ഡിമാൻഡിങ് ഇറ്റ്. അപ്പോൾ കസ്റ്റമേഴ്സിന് എന്താണ്ടും പഴയ ടെക്നോളജിയൊക്കെ വെച്ച് നമ്മൾ എന്തെങ്കിലും കടലാസിലൊക്കെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ഹാപ്പിയല്ല. അവർക്ക് അതായത് ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഓഫീസിൽ ചെന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്തൊരു റിക്വയർമെൻറ്റ് പറഞ്ഞു, നമ്മൾ ആലോചിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് ചെയ്യാം. പീപ്പിൾ ആർ നോട്ട് ഹാപ്പി, ദേ ആർ ലുക്കിംഗ് അറ്റ് ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം അങ്ങോട്ട് കൊടുത്താൽ അപ്പം തന്നെ ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും, ഓക്കെ യു ആർ റിസീവ്ഡ്. അതാണ് ആളുകൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്നതുകൊണ്ട് ടെക്നോളജി ഇല്ലാതെ പറ്റത്തുമില്ല. അപ്പോൾ ആൻട്രപ്രണേഴ്സിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും ഫാസ്റ്റായിട്ട് ടെക്നോളജി പോകുമ്പം ഇപ്പം ആളുകൾ ഇൻ്റർനെറ്റൊക്കെ വന്നു, അതിനുശേഷം മറ്റ് ഡിജിറ്റൽ ടെക്നോളജി വന്നു, ഇനിയിപ്പോൾ AI പറ്റിയൊക്കെ പറയുന്നു. ഇതൊക്കെ ആർക്കറിയാം, എന്താ ഇങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റത്തില്ല, നമുക്ക് പഠിച്ചെടുക്കാനൊക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇവഞ്ച്വലി നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുമോ അല്ലെങ്കിൽ അറിയാവുന്ന ആളുകളെ യൂസ് ചെയ്ത് ചെയ്യുമോ എന്നുള്ളതാണ് 2 ഓപ്ഷൻസാണ് ഉള്ളത്. അത് രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യാൻ കൊടുക്കുന്ന കമ്പനിക്ക് ഒരു കറക്റ്റ് വിഷനും കാര്യങ്ങളും പ്രോപ്പർ എഗ്രിമെൻറ്റും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അത് അവസാനം ഒരു പ്രോബ്ലത്തിൽ പോകും. നമുക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ടൊരു ടീമിനെ വെച്ചത് പഠിപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ടെക്നോളജി ഫീൽഡിലുള്ള, ഞാൻ ആരെയും മോശമായിട്ടൊന്നും പറഞ്ഞല്ല, പലരും ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കത്തില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു രമേശിൻ്റെ ഭാഷ പറഞ്ഞ ഒരു 6 മാസത്തേക്കുള്ള ഒരു അഫെയർ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അഫെയർ എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഡേയിലുണ്ടാവുന്ന കമ്മിറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റാഫിനെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ടൊക്കെ ചെറിയ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടും നമുക്കിതിന് പറ്റിയ ആളുകൾ. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ഒരു ആൻസർ പറയാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. നമുക്ക് നല്ലൊരു ഔട്ട്സോഴ്സിങ് കമ്പനിയെ കിട്ടിയാൽ അതായിരിക്കും ചിലപ്പോൾ സ്റ്റാഫിനെ വെച്ച് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊവൈഡഡ് ആ കമ്പനിയിലുള്ളവർ ഇച്ചിരി ഒരു സൈസ്, അവർക്ക് നമ്മളെ മാത്രമായിരിക്കില്ല ക്ലയൻറ്റ്, നമ്മൾ മാത്രം ക്ലയൻ്റ് ആണല്ലേ, വളരെ ചെറിയ 1-2 ക്ലയൻസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ നിയമിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ ഈ പരിപാടി ഇട്ടിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊരു സൈസുള്ള കമ്പനി ഇച്ചിരി ഒരു കോസ്റ്റ് കൂടിയാലും അവരുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കി അവരുടെ ടെക്നോളജി ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. പക്ഷേ ടെക്നോളജി ഇല്ലാതെ പോകല്ലോ കേട്ടോ. അത് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാകുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യും. അത് ഫസ്റ്റിലായിട്ട് കുറേ നാളത്തൊരു ഇതുണ്ട്. അപ്പോൾ ഒത്തിരി ഇപ്പോൾ വളർന്നു കഴിഞ്ഞു. അപ്പോൾ അതിലും വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇനിയും നല്ലൊരു ബിസിനസ്സായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു രമേശ്. ലൈക്ക് എനിക്ക് എന്താണേലും ഇവിടെ വന്ന് ഈ 1 hour ഇവിടെ സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഞാൻ ഈ ബ്രാൻഡ് സ്റ്റോറീസുമായിട്ടുള്ള അസോസിയേഷൻ്റെ സമയം ഫസ്റ്റായിട്ട് 2 മാസം മുമ്പ് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ ചെന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്നത്തെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ റിയലായിട്ട് എൻജോയ് ചെയ്തൊരു ഇൻ്റർവ്യൂ കേട്ടോ. വളരെ നന്നായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ റൈറ്റ് വേയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എല്ലാ സക്സസ്സും ഈ എൻ്റയർ ടീമിനും ബ്രാൻഡ് സ്റ്റോറീസിനും എല്ലാവർക്കും പറയുന്നു.